ഓം ശ്രീകൃഷ്ണ ഗംഗാദേവി നമഃ. ഓം ശ്രീകൃഷ്ണ ഗംഗാദേവി ജ്യോതിഷാലയം ജ്യോതിഷ പഠന സഹായി. ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് കൂറുകളെക്കുറിച്ചാണ്. നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം. അശ്വതി മുതലുള്ള നക്ഷത്രങ്ങളെ ആദി രാശിയായ മേടം മുതലാണ് പതിച്ചു വച്ചിരിക്കുന്നത്. ഇങ്ങനെ പതിച്ചു വച്ചിരിക്കുന്ന, ഒരുമിച്ചു ചേർത്ത് വച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കൂറ് എന്ന് പറയുന്നു. അശ്വതി, ഭരണി, കാർത്തികക്കാല് മേടക്കൂറ്, കാർത്തിക മുക്കാല് രോഹിണി, മകയിരത്തിലര ഇടവക്കൂറ്, മകയിരത്തിലര തിരുവാതിര, പുണർതം മുക്കാല് മിഥുനക്കൂറ്, പുണർതം കാല് പൂയം ആയില്യം കർക്കിടകക്കൂറ്, മകംപൂരം ഉത്രംകാല് ചിങ്ങക്കൂറ്, ഉത്രം മുക്കാല് അത്തം ചിത്തിര അര കന്നിക്കൂറ്, ചിത്തിര അര ചോതി വിശാഖം മുക്കാല് തുലാക്കൂറ്, വിശാഖം കാല് അനിഴം കേട്ട വൃശ്ചികക്കൂറ്, മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറ്, ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തിലര മകരക്കൂറ്, അവിട്ടത്തിലര ചതയം പൂരുരുട്ടാതി മുക്കാല് കുംഭക്കൂറ്, പൂരുരുട്ടാതി കാല് ഉത്തരട്ടാതി രേവതി മീനക്കൂറ്. ഇങ്ങനെ 12 രാശികൾ. അശ്വതി എന്ന് പഞ്ചാംഗത്തിൽ കണ്ടാൽ അന്ന് അശ്വതിയിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അശ്വതി, ഭരണി, കാർത്തികകാൽ തുടങ്ങിയ മേടക്കൂറിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നു എന്ന് സാരം. പന്ത്രണ്ട് കൂറുകളിലായി 27 നക്ഷത്രങ്ങളെ 2.25 നക്ഷത്രം വീതം ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ മേടം മുതൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം വരെയുള്ള സൃഷ്ടി കാണ്ഡം എന്നറിയപ്പെടുന്നു. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം വരെയുള്ളതിന് സ്ഥിതി ഖണ്ഡം എന്നും, ധനു, മകരം, കുംഭം, മീനം ഈ 4 കൂറുകളെ ചേർത്തിട്ട് സംഹാരഖണ്ഡം എന്നും തിരിച്ചിരിക്കുന്നു. ഖണ്ഡാന്തം അഥവാ ഖണ്ഡാന്തം. ഖണ്ഡാന്ത സംഭവമർത്ഥ്യ മാതൃ പിതൃ കുലാന്തക. എന്നാൽ അവരുടെ കാലത്ത് നന്നായിരിക്കും എന്ന് പറയപ്പെടുന്നു. ചന്ദ്രനെ അടയാളപ്പെടുത്തുക. മകയിരം നക്ഷത്രം 36 നാഴിക. മകയിരം 3-ാം പാദം മിഥുനക്കൂറിലാണ് വരുന്നത്. വിശാഖം 52 നാഴിക. വിശാഖം 4-ാം പാദം വൃശ്ചികക്കൂറിൽ വരുന്നു. അവിട്ടം 22 നാഴിക. ഉത്രം 16 നാഴിക. ഉത്രം 2-ാം പാദം കന്നിക്കൂറിലാണ് വരുന്നത്. കാർത്തിക 45 നാഴിക. കാർത്തിക 3-ാം പാദം ഇടവക്കൂറിലാണ് വരുന്നത്. നന്ദി, നമസ്കാരം.